അല്ലട സൂര്യ, ഇതെന്നാ ഇങ്ങനെ സൗണ്ട് പുറത്ത്? നീ നമ്മളോട് പറയാണ്ട് വേൾഡ് കപ്പ് അടിച്ചാടുന്നത്? കപ്പടിച്ചാൽ ഇത്രക്ക് ആഘോഷം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സംഭവിച്ചേ എന്തെന്ന് സംഭവിക്കാൻ? ഞാനിതാ ഈ ചക്കം കളിക്കാനുണ്ടാവും പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവർക്കും എന്തോ നിധി കിട്ടിയ പോലത്തെ സന്തോഷമാണ്. എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ, ഞാൻ കുറച്ച് സമയം അങ്ങോട്ടേക്ക് നോക്കിക്കാം. സഞ്ജു ബോൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറയണേ. സംഭവം ശരിയാണ്, സഞ്ജു ബാറ്റ് ചെയ്യുന്ന കാണാനാണ് ഞാനിന്ന് നിന്നിനി. പക്ഷെ കാണാനുള്ള ത്രാണി വേണ്ടേ? അങ്ങനെ കുറെ നാള് കൂടി നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കണ്ട്. എല്ലാം സഞ്ജു കളിച്ചതിന്റെ ഐശ്വര്യം. സത്യം എന്താ അഭിഷേകം ഫോമായി. സഞ്ജുവിന്റെ ഒരു ഐശ്വര്യല്ലേ. കഴിഞ്ഞ കളി ഡക്കായാലെന്താ കിഷനും തിരിച്ചു വന്നില്ലേ? സഞ്ജു കളിച്ചപ്പോ ടീമിന് എന്തൊരു പോസിറ്റിവിറ്റിയാ. സൂര്യമോന് ഒന്ന് ട്രാക്കിലായി കിട്ടി. സഞ്ജുവിനെ കളിപ്പിച്ചതുകൊണ്ട് ഹർദിക്കിന്റെ ഓറ തിരിച്ചു വന്നു. വെരി ഗുഡ്. സഞ്ജുവിന്റെ ഐശ്വര്യം കൊണ്ടുവന്ന ഓറ. എന്റെ തിലകുമോനെ, നിന്റെ കഴിഞ്ഞ മുട്ടിക്കളിയെല്ലാം കണ്ടര ഞാനൊന്ന് ഭയന്നിനേനു. ഇപ്പൊ സമാധാനായി. എല്ലാ ഓപ്പണിങ്ങിന് ഇറങ്ങിയ സഞ്ജു കൊണ്ടുവന്ന ഭാഗ്യം. 250 റൺ എടുത്തില്ലേ? മാത്രല്ല 16+1 6 അടിച്ച നമ്മൾ ഈ ഇന്നിങ്സിൽ. വെരി ഗുഡ്. സഞ്ജുവിന്റെ ഐശ്വര്യം. സഞ്ജു ഫോർ എ റീസൺ. അമ്മേ നാരായണ, സഞ്ജുവിനെ കളിപ്പിച്ചത് കൊണ്ട് ടീമിന്റെ സ്കോർ 250 കടന്നു. സഞ്ജുവിനെ ഇനി എല്ലാ കളിയും ഇറക്കിയാൽ നമുക്ക് വേൾഡ് കപ്പ് കിട്ടും. സഞ്ജുവിനെ കളിപ്പിക്കാതിരുന്ന ഓസ്ട്രേലിയ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. ഈ മെസ്സേജ് ഗംഭീരണൻ ക്യാപ്റ്റൻ സൂര്യകുമാറിനും BCCക്കും ഫോർവേഡ് ചെയ്താൽ കപ്പിന്റെ എല്ലാ ക്രെഡിറ്റും ഗംഭീരണന് തന്നെ കിട്ടും. ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ മറ്റേ ആള് വന്ന് ക്രെഡിറ്റ് കൊണ്ടുപോകും. ഗംഭീറിന് ഇന്ത്യക്കാർ ഹാപ്പി അല്ലേ? ചെറിയൊരു ടെൻഷൻ അടിപ്പിച്ചാലെന്നാ, നമ്മളങ്ങ് ജയിച്ചില്ല ഇങ്ങക്ക് വേണ്ടിട്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലാവാത്ത എന്നാൽ ഇത്രയും ഫോമിലുള്ള ഹെറ്റ്മെയർ വേഗം ഔട്ടായതാന്ന്. ഇന്ന് എല്ലാരും സഞ്ജു ഏട്ടനെ നോക്കുന്നു. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോപ്പിക്കുമെന്നാ പറയുന്നത്. പക്ഷെ ഹെറ്റ്മെയറിന്റെ കാര്യത്തിലാണ് ഒരു ടെൻഷൻ. നല്ല ഫോമിലാവൻ. ഹെറ്റ്മെയറുടെ കാര്യത്തിൽ ആരും പേടിക്കണ്ട. ധർമ്മജം പൊൾഗാട്ടിയാണെന്നല്ലേ? നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം? ബ്രയൻ ബെന്നറ്റ് അല്ലേ? ഒരു രക്ഷയില്ലാത്ത ഇന്നിങ്സ് ആയിരുന്നു കേട്ടോ. കാര്യം ഇന്ത്യ അല്ല ഓപ്പോസിറ്റ് എങ്കിൽ നിങ്ങൾ ഇന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്നു. ഇനി ആ സിക്കന്ദർ റാസൊക്കെ ഒന്ന് കൊടുക്കുക. നിങ്ങൾക്ക് നമ്മളെ സഞ്ജു ചെക്കനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും? എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. വേണ്ടി കുറച്ച് ചിപ്സ് കൊടുത്തേക്കാം. പഴംപരിയും ബീഫായാലോ. സംഭവം എന്താ, ബാക്കിയുള്ള എല്ലാവരും ക്യാച്ചിങ്ങൾ 2-3 പ്രാവശ്യം വിട്ടിട്ട് നമ്മളെ ചെക്കൻ്റെ ക്യാച്ച് ഫസ്റ്റ് തന്നെ എടുത്തിന്. ആരും ഇല്ല ഇവിടെ, എല്ലാവരും ഉറങ്ങിയാ. മറ്റേ നോ ബോളിന്റെ ഫ്രീ ഹിറ്റ് മൊത്തം എറിഞ്ഞു നിർത്തേരം കുറച്ച് നേരം ബീപ്പായി. സഞ്ജു, നീ ഉറങ്ങിയാടാ? ഒന്നുമില്ല, എന്റെ ബോളിലല്ലടാ നീ ആ കിടലം ക്യാച്ച് എടുത്തേ. 200 അടുപ്പിച്ച് റണ്ണും എടുത്തിട്ടുണ്ട്. അഭിഷേകിനെയും കിഷനെയും സൂര്യനെല്ലാം വേഗം ഔട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കളി സിമ്പിളായിട്ട് നമ്മൾ ജയിക്കൂലേ? അസ്സലാമലൈക്കും വെസ്റ്റ് ഇൻഡീസ്. അല്ല, അതിന് ഇവർ ഇല്ല, ലൂർ ജനിച്ച നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എൻ്റെ ഫോം തീരെ ശരിയില്ല അല്ലേ? ഒരു ഇമ്പോർട്ടൻ്റ് മാച്ചെങ്കിലും ടീമിനെ ജയിപ്പിക്കാണ്ട്, ഒരു നല്ല ഇന്നിങ്സ് എങ്കിലും മലയാളികളെ കാണിക്കാണ്ട് ഈ സഞ്ജു നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ജുവിന് കളി കാണുന്ന ആൾക്കാരെ മൊത്തം ടെൻഷൻ അടിപ്പിക്കാനും അറിയാം. ടെൻഷൻ അടിപ്പിച്ച് കളി കാണുന്ന ആൾക്കാരെ ടെൻഷൻ മാറ്റിക്കൊടുക്കാനും അറിയാം. എനിക്ക് ഫസ്റ്റ് ഓവർ കഴിയുന്നതിന് മുന്നേ ഔട്ടായി പോവാനും അറിയാം. അവസാനത്തെ ഓവർ വരെ നിന്ന് കളി ജയിപ്പിക്കാനും അറിയാം. നിങ്ങളെന്തിനാ ഇത്രയും ക്രൂരത കാണിക്കുന്നവരോട്? ആരോട്? നിങ്ങളെ നാട്ടുകാരോടന്നെ, ദൈവത്തിന് സ്വന്തം നാട്ടുകാരോട്. നിപ്പ, പ്രളയം, ഉരുൾപൊട്ടല്, അങ്ങനെ കുറെ സാധനങ്ങൾ വേറെ. ഇപ്പൊ ഇതാ ആകെ അവർക്കുന്നത് സന്തോഷം കിട്ടുന്നതന്നെ ആ ചങ്ങന്മാരിയായി കളിക്കുന്ന സമയത്താ. ആ സെഞ്ചുറിയിൽ അടിച്ച സമയത്ത് ഞാൻ വിചാരിച്ച ചങ്ങനെ സമയം തള്ളുന്നതാണ്. എടാ പിന്നെയും ടീമിൽ നിന്ന് പുറത്താക്കി. വേൾഡ് കപ്പ് സ്ക്വാഡിൽ സെലക്ഷൻ കിട്ടിയാണെങ്കിൽ ഞാൻ വിചാരിച്ചെല്ലാം ഓക്കെ. എടാ തൊട്ടടുത്ത കളി പിന്നെയും പരീക്ഷ. എത്ര കാലമായി നിങ്ങൾ കഷ്ടപ്പെടുന്ന അയാളാ. എന്തിനാണ് ഈ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ വിഷമിപ്പിക്കുന്നത്? ഇന്നും പ്രതീക്ഷ കൊടുത്തിട്ട് ആരും സങ്കടപ്പെടുത്തിയല്ലേ? നല്ലതാ. പേടിക്കണ്ട, അടുത്ത കളിയായ ഒറ്റക്ക് ജയിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാവും. അടുത്ത കളിയായിരിക്കും വേൾഡ് കപ്പിലെ ഇന്ത്യക്ക് ഏറ്റവും പ്രഷറുള്ള കളി. ഇത്രയും പ്രഷർ ഒരു കളിക്കാരന് കൊടുത്തിട്ട് അയാൾക്ക് ഇനി മര്യാദക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കളി. ചിരി, എന്ത് പറഞ്ഞാലും ചിരി. എടാ കളി എന്തായി? അനക്ക് കാണാൻ മനസ്സ് വന്നിട്ടില്ല. പക്ഷെ ഇത് ഇന്നും അവരെല്ലാരും കരയല്ല. ഞാൻ പറഞ്ഞില്ല, ഒരാൾ ഇങ്ങനെ മാനസിക തളർത്തി പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുമോ? അവര് സന്തോഷത്തോടെ അറിയുന്നു. 97 റണ്ണ് ചെക്കൻ ടീമിനെ ഏൽപ്പിച്ച ഒറ്റക്ക്. എന്നാൽ ചങ്ങായി ഇത്രയും തളർന്നു നിൽക്കുന്ന സമയത്ത് ഇത്രയും പ്രഷർ മാച്ചില്. നിങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ലേനോ എന്റെ സ്വന്തം നാട്ടുകാരെ പറ്റിയിട്ട്? അവർക്കൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, എല്ലാം കൈവിട്ട് പോയാലും ഇല്ലേ,
അവർ തിരിച്ചു വരും. അതിപ്പോ പ്രളയമായാലും ഉരുൾപൊട്ടലായാലും ഏത് തരം രോഗമായാലും അവർ ചിരിച്ചുകൊണ്ട് തിരിച്ചു വരും. അതേപോലെ തന്നെ എന്താ ആ കാണുന്ന ചങ്ങായി വീട് നല്ല അവഗണന നേരിടേണ്ടി വന്നാലും എത്ര കളിയാക്കൽ കിട്ടിയാലും ഇല്ലേ, ചങ്ങായി ചിരിച്ചുകൊണ്ട് വെക്കും. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അയാളും തിരിച്ചു വരും. കാരണം വെറുതെ എടുത്തിട്ടേ അല്ലല്ലോ അയാളിപ്പോൾ ഇട്ട കുപ്പായം. ഹോപ്പ് തീർന്നു, ഞാൻ തീർത്തു. അതെ, നമ്മളെ ഹോപ്പ് തീർന്ന്. എന്തിനാണ് ആ മഹാബാബി ഓന്റെ വിക്കറ്റ് എടുത്ത? ഓനൊരു 10-20 ബോളും കൂടി വള്ളം കളി നടത്തൂലേനോ? അല്ല ക്യാപ്റ്റ, ബ്രേക്ക് ത്രൂ അല്ലേ? നീ ഒരു ഗൂഗിളിയും പറയണ്ട, ഇപ്പം കീഞ്ഞു വരും അതിന്റെ ഉള്ളിൽ നിന്ന് ബോൾ അടിച്ച് വരുത്താൻ കുറെ എണ്ണോ. പൊക്കി അടിച്ച് ഹാർദിക് നടന്നവരെ തിരിഞ്ഞു നോക്കാണ്ടെടുക്കാം. അവന് ഞാൻ മാത്രല്ല, വരുണും തിലകും എല്ലാം മോശമാണ് ഫീൽഡിൽ. യവി ബാച്ചിനോട് പറഞ്ഞു കൊടുക്കറേ. സഞ്ജോടാ ചാടി പിടിച്ചോ. അനക്കനെ ഇവന്റെ കൂടെ ഡൈവ് ചെയ്ത് പിടിക്കാനും കഴിയില്ലേ ക്യാപ്റ്റ? ഞാൻ ഗ്ലൗസ് ഇട്ട സ്ലിപ്പിൽ നിന്നോളൂ, അതാണല്ലേ. 195 റണ്ണ്, 10-25 റണ്ണായിരിക്കും വെറുതെ കൊടുത്ത്. നിങ്ങൾ പേടിക്കണ്ട ക്യാപ്റ്റാ, 2 ക്യാച്ച് ഞാൻ വിട്ടതില്ലേ മനഃപൂർവ്വം. എന്തിനാ മോനെ? അവർക്ക് കുറച്ചും കൂടി റണ്ണാവേ, എന്നാലേ എനിക്ക് സെഞ്ചുറി അടിക്കാനാവൂ. കൊടുത്തു മോനെ സെഞ്ചുറി. 1-0 മിസ്സായി പോയി. അതിനിപ്പെന്നാ മുന്നോട്ട് 2-3 0 ഇല്ലേ, അതിനാന്ന് ഒന്നെടുത്ത് വെക്ക്. ഒന്നായി ശാങ്കീശനും കൊടുത്തേ. ഇന്ത്യ സെമിയിലൊന്നും എത്തൊന്നില്ല, നിങ്ങൾക്ക് കാറ്റ് മാറിപ്പോയിനാ. കോഹ്ലി, രോഹിത്തും ധോണി ഉള്ളവരെ ഇവരെ കൊണ്ട് ജയിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണിപ്പോ അത് ഓഫ് ചെയ്. എടാ മോനെ, 3 ആൾ ഇല്ലെങ്കിൽ എന്താ? രോഹിത്തിനെ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോഹ്ലിനെ പോലെ ചേസ് ചെയ്തിട്ടുണ്ട്. എടാ മോനെ പാട്ട് കേൾക്കണ, തലേനെ പോലെ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. സഞ്ജു ചേട്ടൻ വന്നവരാ മക്കളെ. ഹാപ്പി അല്ലേ? ചേട്ടന് വഴി കൊടുക്ക്, ചേട്ടന് വഴി കൊടുക്ക്. എന്താ സഞ്ജു ഏട്ടാ മാറി നിക്കടാ. 2 കളി ഞാൻ ഫോം ഔട്ട് ആയപ്പോ എന്നെ വാട്ടർ അതോറിറ്റി ആക്കിയതാ നീ. ഓർത്തോടാ നിന്റെ ഫ്ലാസ്ക്. അവന്റെ സ്നേഹം കൊണ്ടല്ലേ കണ്ടന്റ്. സ്നേഹത്തോടെ കണ്ടന്റാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആട്ടും കാട്ടും തന്നെ നീ കഴിക്കോടാ. ഞാൻ ഇപ്പൊ മലയാള സിനിമയെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങള് ഞാൻ മറന്നിട്ടൊന്നും ഇല്ലാട്ടാ. അതിന് ഞാൻ ഓൾറെഡി ഇങ്ങനെ ആക്കിയല്ലോ. ചേട്ടൻ വന്ന് കണ്ട, ഇതാണ് ഞാൻ ഇന്ന് അധികം റൺ എടുക്കാനും. ഞാനൊരു 3 റണ്ണിന്ന് കുറവ് എടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടന് സെഞ്ചുറി അടിക്കാനും ഒരു റീസൺ പോകുന്നു. ഇന്ന് റീസൺ ഒന്നുമില്ല. 597 റണ്ണാണ് ഇന്ന് ചെക്കൻ എടുത്തിന് അല്ലേ? ഓർത്തത് സഞ്ജുവിനെ. എന്നാലും എന്റെ സഞ്ജു, നീ ഇതെങ്ങനെ ഒപ്പിച്ച്? കൊറേ കളി ഞാൻ ബെഞ്ചിലിരുന്നല്ലേ നിങ്ങൾക്ക് അറിയൂ. ബെഞ്ചിലിരുന്നിട്ട് എന്തെല്ലാം പഠിച്ചറിയില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? പിന്നില്ലേ എല്ലാരും എന്നെ പറ്റിട്ടേ പറയൂ. പക്ഷെ ഈ കളി ജയിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങള് 2 ആളും എഫേർട്ട്. ആര് പറഞ്ഞാലും ഞാൻ മറക്കൂല. ആരെല്ലാം പിടി കളി ജയിച്ചില്ല, നിങ്ങൾ നമുക്ക് റീസൺ സെറ്റ് ആക്കാം. സഞ്ജുട്ടാ 97, നിങ്ങളെ 9ഉം തലേന്റെ 7ഉം. അത് കൊള്ളാം. അതാർക്കറേ സഞ്ജു ഫോമായ സ്ഥിതിക്ക് അല്ലല്ല ഓനെ കളിപ്പിക്കരുത്. ടാക്ടിക്സ് ചേഞ്ച്, എക്സ്പെരിമെന്റ്. ഹർഷിത് മോനകത്തെ ഷോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പോകാനുള്ള ഓപ്പണിംഗ്. ഇന്ത്യൻ ടീമിൽ 2 കീപ്പേഴ്സ് ആണ്. ഒന്നാമനോമന സഞ്ജു ആണ്. 97 എടുത്ത് തൊഴുതു സഞ്ജു. ഡാർലിംഗ് സഞ്ജു എന്ന് പേരും വന്നു. സഞ്ജു നീ ഇതെടുത്തിട്ടാ പറയാ, നീ എടുത്തിട്ട്. പറ. നിന്റെ 90+7 ഇന്നിങ്സ് ഇല്ലേ, അതിനെപ്പറ്റി എല്ലാരും പോസ്റ്റ് ഇട്ട്, എല്ലാ IPL ടീമും പോസ്റ്റ് ഇട്ട്, ഒരു ടീം മാത്രം ഇട്ടിട്ടില്ല, SRH. അത് വിട്ടുപോയതായിരിക്കും. ചങ്ങായി, നിങ്ങൾ ഇങ്ങനെ നന്മയുള്ള ലോകമേ ആവല്ല, കാത്തിരുന്ന് കാണു. നിങ്ങള് റീലിന്റെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഇട്ട് കൊടുത്താ മ്യൂസിക് കളിപ്പിച്ച് ആര്? സൺ പിക്ചേഴ്സ് ആരെയാ? SRHന്റെ. യു സീ ദ ഐറണി, ഡോണ്ട് യു? ഞാനത് സഹിച്ചടാ. നീ ഇങ്ങനെ ചൂടാവല്ല, കൂൾ. നിങ്ങളെ റീലിന്റെ അല്ല, തലേന്റെ റീലിന്റെ മ്യൂസിക്കാ കളഞ്ഞ. ഹലോ, ഏതാണ് കാവ്യ? എടാ കാവ്യ, കാവ്യ, നീ എന്നെ പറ്റി പോസ്റ്റ് ഇടാത്തത് ഞാൻ സഹിച്ചു. പക്ഷെ നീ തലേന്റെ പാട്ടിന് കോപ്പിറൈറ്റ് അടിക്കും അല്ലേ? സഞ്ജു എന്ന മിത്രത്തെ നീ കണ്ടിട്ടുള്ളൂ, സാംസൺ എന്ന ശത്രുയെ നീ കണ്ടിട്ടില്ല. ഓരോ ഇന്റർവ്യൂ കണ്ട എല്ലാരും അങ്ങനെ തന്നെയാ പറയും, നിങ്ങളെ ശത്രു. സോറി. IPL ആവട്ടെ, കാണിച്ചു തരുന്നുണ്ടേ. സഞ്ജു ഏട്ടാ, IPL ആകുന്നവരെ കാത്തു നിൽക്കേണ്ടി വരൂല കേട്ടാ. ദേ വരുന്ന 2 ഉദയസൂര്യന്മാർ, കുഞ്ഞു ഉദയസൂര്യന്മാർ. എടാ പ്ലെയിനുള്ള സെറ്റാന്ന് കാണിച്ചാരാ. ഞാൻ അർപ്പിക്ക് ബട്ട്ലർ ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ അപ്പൊ ഇങ്ങനെ മെല്ലെ പോയിട്ട് തൊട്ടിപ്പിക്കും. പിന്നെയാണ്ട് പുരിഞ്ഞടി അടുത്ത ഓവർ ആർച്ചർ എറിയുന്ന 6 6. നീ തട്ടിയാ വീവോ? ഞാൻ വീപ്പിക്കും. മക്കളെ വാ, സഞ്ജോട്ടന്റെ ചെലവുണ്ട് 97 എടുത്തന്റെ പോയി തിന്ന്. ട്രീറ്റ് കൊടുത്തിട്ടാ പ്രതികാരം ചെയ്യുന്നു. അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അവര് ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ഉണ്ടടാ കിഷ അഭിഷേക്? അവര് പറയും സൂപ്പർ. അന്നേരം നിങ്ങൾ പറയണം നാണം കെട്ടവരെന്ന്. ഇങ്ങനെയുണ്ട്. ഇത് ഹാപ്പി അല്ലേ?
ഹാപ്പി അല്ല, അവർക്ക് ട്രോമി ആവൂലേ? അതല്ല, ഇത് അല്ലുവിന്റെ ഹാപ്പി ബി ഹാപ്പി അല്ലേ? നിങ്ങൾക്കും അതല്ല അറിയാ? പിന്നല്ലാണ്ട് അല്ലു അർജുന്റെ പടം അറിയാത്ത മലയാളിയാ. പക്ഷെ ഇത് വേണ്ട, ഭക്ഷണത്തിന്റെ മുമ്പെന്ന് അപമാനിക്കണ്ട. എന്നാ മക്കളെ ഇവിടെ ഈ കുപ്പായം നേട്ടിനെ തലേന്റെ റീല് മ്യൂട്ട് ചെയ്ത്. ആര്? ആ സൺ പിക്ചേഴ്സ് അഭിഷേകിന്റെ കിഷന്റെയും ടീമിന്റെ മലയാളിമാര്. നിങ്ങൾ പോയി ഉറങ്ങിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മോനെ അഭി, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് പതിൽ എന്റെ ചെക്കനെ നാളെ കളിപ്പിക്കണം എന്ന് വിചാരിച്ചു. ഇതാനൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലടി, ഇയാളെന്ന് പറയുന്നത് എന്ത് ഇഷ്ടപ്പെട്ടു? നീ ആറ് സിക്സ് അടിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടതായിരിക്കും. ആ പ്ലാൻ ഇത്ര വട്ടം ലീക്കായ? ലീക്കാ? എന്ത് ലീക്ക്? ഏത് ലീക്ക്? ആരെ ലീക്കിനെ പറ്റി പറയുന്നേ? നിങ്ങളൊന്നുകൂടാ. പ്രതികാരം. എന്റെ ചങ്ങായി, ഞാൻ ആ ഹെൽമെറ്റ് താഴെ കയറുന്നതല്ല, താഴേക്ക് വെച്ചതാണ്. താഴെ വീണത് ഗ്രാവിറ്റി കാരണല്ലേ. നിങ്ങൾ പോയി ഗ്രാവിറ്റിനെ ബാൻ ചെയ്യും. എന്റെ സഞ്ജേട്ടാ, കുറച്ച് മെല്ലെ കളിച്ചുകൂടിനോ? ഒരു 11 റൺസ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെഞ്ചുറി ആയി കൂടിനോ? പേഴ്സണൽ റെക്കോർഡിന് കളിക്കാനാണെങ്കിൽ സഞ്ജുവിന് പണ്ടേ ആവൂലേനോടാ. ഔട്ടെങ്കിൽ ഔട്ട്, സിക്സ് എങ്കിൽ സിക്സ്. കളിക്കുന്നത് എപ്പോ ടീമിന് വേണ്ടി മാത്രമേ. ചേടാ, സാധാരണ ഇവന്റെ ക്യാച്ച് ആരും വിടാത്താന്നല്ലോ, ഇന്നെന്നാ പറ്റിയേ? കൊഞ്ചെ പറയണ സഞ്ജു, പണ്ടത്തെ ക്യാപ്റ്റനാന്നൊന്നും ഞാൻ നോക്കൂല കേട്ടാ. 2 ബോഡി ലൈൻ ബൗൺസർ അങ്ങിട്ട് തരൂ. ഔട്ടാവൂലേ? അങ്ങോട്ടേക്ക് പോണ്ട. നേരെ നിക്കടേ. ഞാൻ അന്നേരേ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോണ്ടാന്ന്. നാട്ടിലെ പൊങ്കാല ഉത്സവത്തിന് ശേഷം ആ ചങ്ങായി ഉള്ള ബോളർമാർക്ക് തികച്ചും പൊങ്കാല ഇടലാണ്. വാങ്കടേനെ സൈലന്റ് ആക്കൂന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് ആടി ഇരിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോ ഒരാശ്വാസമുണ്ട്. ചെവിന്ന് പൊന്നീച്ച വാറി അടി കിട്ടിയോന്നൊന്നും അറിയില്ല, എല്ലാം സൈലന്റാ. അനക്കിന്നൊരു കാര്യം അറിയണം, നിനക്കെല്ലാം എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യോ? അന്നെ ഔട്ടാക്കേണ്ടത് അവരെ ബോളർമാർ ഔട്ടാക്കൂലേ, നീ എല്ലാം കൂടി റൺ ഔട്ടാക്കണോ? ക്യാപ്റ്റനും വലിയ റണ്ണൊന്നും എടുക്കാത്ത നന്നായി, ഇല്ലെങ്കിൽ അവരെ മുമ്പിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നാ പിന്നെ മറ്റു തീർക്കട്ടെ, ഞാൻ ഔട്ട് ഓഫ് ഫോമല്ല, ഔട്ട് ഓഫ് റണ്ണാന്ന്. ഇന്നാ പിടിച്ചോ. എടാ ഓടിക്കോടാ, ആടുന്നു വീടുന്നു എല്ലാം അടി വരുന്ന. എടാ നിൽക്കുന്നൊക്കെ ഞാൻ 2 പേരും കൂടി ഇറക്കി വരാം. ഇതുപോലുള്ള അവസരങ്ങളിലാണ് ഓറ പാണ്ഡ്യ ക്ലച്ച് പാണ്ഡ്യ ആവുന്നത്. ബോൾ കൊടുത്തു 19ാമത്തെ ഓവർ കഴിഞ്ഞിട്ട്. I am only believe in Jesse Bhai because game changer player he is only Jasprit Bumrah. കഴിഞ്ഞ കളി എന്റെ ബോളിങ്ങിനെ കളിയാക്കിയവന്മാരെല്ലാം കാണുന്നില്ലേ? 29 റണ്ണ് വേണേന് ഞാൻ വെറും 22 റണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ എല്ലാരും, തല ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ കളി കാണാൻ നേരിട്ട് വന്നിരിക്കുന്നു. ഇന്ന് റീസൺ കണ്ട 6 ആട്ട്. സഞ്ജു സാംസൺ 7 സിക്സ്, തല ഫോർ എ റീസൺ. ശിവൻ ദുബെ 43 റൺസ്, 3+4 7, തല ഫോർ എ റീസൺ. ഹർദിക് പാണ്ഡ്യ 27 റൺസ്, അതിലുണ്ട് ഒരു 7, തല ഫോർ എ റീസൺ. ഇഷാൻ കിഷൻ 18 ബോൾ ഫേസ്ഡ്, 8-1 7, തല ഫോർ എ റീസൺ. തിലക് വർമ്മ 7 ബോൾ ഫേസ്ഡ്, തല ഫോർ എ റീസൺ. ചേട്ടാ, ഇതിനെല്ലാം കളിച്ചോണ്ടൊന്നും പറയാൻ പറ്റൂല്ലോ ഇപ്പൊ. അഭിഷേക് ശർമ്മ 7 ബോൾ ഫേസ്, തല ഫോർ എ റീസൺ. ആ മോർണിംഗ് വന്നേ. സൂര്യകുമാർ യാദവ് ടീം ക്യാപ്റ്റൻ, ടീം ടോട്ടൽ 253-ന് 7, തല ഫോർ എ റീസൺ. ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ 7 റൺസ്, തല ഫോർ എ റീസൺ. ജേക്കബ് ബത്തൽ 7 6, തല ഫോർ എ റീസൺ. വീണ്ടും ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ 246-ന് 7, തല ഫോർ എ റീസൺ. 7 റണ്ണിന് തോറ്റു, വീണ്ടും തല ഫോർ എ റീസൺ. തക തക താളമേളപ്പാട്ടും കൂത്തും റീസൺ ആഘോഷം, ഇംഗ്ലണ്ട് പോലും പാടിപ്പോകും റീസൺ ഒന്നാണ്. പോയി പീറ്റേഴ്സിനോട് പറയടാ ഇന്ത്യ ഫൈനലിൽ കയറിയെന്ന്. എന്നാലും 250 റണ്ണെടുത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കളി കാണേണ്ടി വരുമെന്ന് പറഞ്ഞാല് ഫൈനൽ അഹമ്മദാബാദ് എന്നാണ്. രോഹിത് ഭായ്, എന്നാടാ ഫൈനലിൽ എത്തിയിട്ടൊരു സന്തോഷമില്ലാത്ത? നിങ്ങളിലുള്ള സമയത്തുള്ള ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല. എന്നാ പറ്റിയേ? ഒന്നാമത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് കളി, ന്യൂസിലൻഡാണ് അപ്പുറം. എല്ലാരും പറയുന്നെല്ലാം നമുക്കെതിരാകുന്നത്. അങ്ങനെ ഉള്ള എല്ലാരും പറയുന്ന കേട്ട് അതും ചിന്തിച്ച് നിന്നിട്ടാണ് ഞാൻ ഇന്ത്യക്ക് ട്രോഫി എടുത്തു കൊടുത്തതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ആ കാണുന്ന മാഹിബായി ഉള്ള ACC ട്രോഫി തെച്ചു എടുത്തു കൊടുത്തത് അങ്ങനെയാന്ന് തോന്നുന്നുണ്ടോ? അതില്ല, പക്ഷെ നിങ്ങളല്ലേ കാര്യം പുറത്ത് ചിരിച്ച് കളിച്ച് ഇല്ലാതെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പ്രഷറുണ്ട്. അനക്കാതങ്ങനെ മര്യാദക്ക് പെർഫോം ചെയ്യാനും പറ്റുന്നില്ല. ആകെ ആ US-നുള്ള കളിയാണ് മര്യാദക്ക് കളിച്ചത്. എടാ, ഞാനുള്ള കാര്യം തെച്ചു മറന്നു. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യം പറഞ്ഞപ്പോ എനിക്ക്, എന്നാ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഫൈനലില്ലേ, ആ ലാസ്റ്റ് 5 ഓവർ ആകുമ്പോക്ക് ഇന്ത്യ തോറ്റുന്നാണ് ലോകത്തുള്ള എല്ലാവരും വിചാരിച്ചത്. എന്തിന്? ഹർദിക്കിന്റെ ബോളിൽ മില്ലർ ആ ബോൾ ലോങ് ഓണിലേക്ക് പൊക്കി അടിച്ചേരില്ലേ. കളി കഴിയുമെന്ന് പോയി വിചാരിച്ച് ഞാൻ കണ്ണും കൂട്ടി മുട്ടും കുത്തിയിരുന്നതാണ്. ഞാൻ കണ്ണ് തുറന്നു നോക്കിയാൽ കാണുന്നറിയാം ഈ ബോളും കൈമ പിടിച്ച് കയ്യും പൊക്കി എൻ്റെ അടുത്തേക്ക് കൂടി വരുന്നത്. നീ ഇപ്പൊ പറഞ്ഞ രോഹിത് ശർമ്മ വരെ പോയി എന്ന് വിചാരിച്ച കപ്പാന്ന് നീ കൈമ പിടിച്ച് കൊണ്ട് തന്നെ എനക്ക്. എന്നാലും എടാ, നീ ഈ കപ്പ് എടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, വീട്ടിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടും ടീമിന് വേണ്ടി കളിക്കാൻ വന്ന ആ റിങ്കോന് വേണ്ടിയിട്ട് എല്ലാവരും പുച്ഛിച്ച് തള്ളിയെടുത്തുനിന്ന്
ടീമിന് ഏറ്റവും അത്യാവശ്യമുള്ളവരും തിരിച്ചു വന്ന ആ സഞ്ജുവിന് വേണ്ടിയിട്ട്, കരിയർ തീർന്നെടുക്കുന്ന എണീറ്റ് വന്ന കിഷന് വേണ്ടിയിട്ട്, ഇപ്പൊ ഫോം ഔട്ട് ആണെങ്കിലും മുന്നേ ഇഷ്ടം പോലെ കളികൾ ഒറ്റക്ക് നമ്മളെ ജയിപ്പിച്ച അഭിഷേകിനും വരുണിന് വേണ്ടിയിട്ട്, ഉള്ളാൾ തെച്ചു കളിയാക്കിയിട്ട് അതൊന്നും മൈൻഡാക്കാണ്ട് തിരിച്ചു വന്ന പാണ്ഡ്യക്ക് വേണ്ടിയിട്ട്, തിലകിന് വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യമുള്ളവരെല്ലാം മരിച്ചു കളിക്കുന്ന ആ ബുംറയ്ക്ക് വേണ്ടിയിട്ട്, ദുബൈക്ക് വേണ്ടിയിട്ട്, അക്സറിന് വേണ്ടിയിട്ട്. എത്ര നല്ലോണം കളിച്ചാലും ആരും ഒരിക്കലും പേരെടുത്ത് പറയാത്ത അർഷ്ദീപിനും സിറാജിനും കുൽദീപിനും സുന്ദറിനും വേണ്ടിയിട്ട്, നീ ഇപ്പോൾ പറഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്ന് മുന്നേ കരഞ്ഞുകൊണ്ട് പോയ അനക്കും കോഹ്ലിക്കും രാഹുലിനും വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കൂല, സെമിയിലെത്തൂല, ഫൈനലിലെത്തൂല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ എല്ലാം മുകളിൽ നമ്മൾ കാരണം അന്ന് കുറേ കരഞ്ഞ് എന്തിന് ഇപ്പോൾ ആ ദിവസത്തെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടുന്ന നമ്മളെ സ്വന്തം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. ഏതവസ്ഥയിലും നമ്മളെപ്പുറം നിൽക്കുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കുമല്ലോടാ അവർ സങ്കടത്തോടെ കരഞ്ഞിട്ട് പോയ ആ സ്റ്റേഡിയത്തിൽ നിന്ന് സന്തോഷത്തോടെ കരയാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൊടുക്കണേ. പിന്നില്ലേ സൂര്യ, നമ്മൾ ജയിച്ചു സൂര്യ, നമ്മൾ ജയിച്ചു. സഞ്ജുണ്ടാ? അടിപൊളി പോയി. സഞ്ജുണ്ടാ? ഇല്ല അല്ലേ, ഒന്നുമില്ല അല്ലേ. എന്തായി സഞ്ജുണ്ടാ? കളിച്ചാ മതിയാണ്. സഞ്ജു ഉണ്ടല്ലോ അല്ലേ? എടാ ഫൈനലായാലും ടെൻഷനായാലും സീനില്ല, സഞ്ജു ഉണ്ടല്ലോ. മോനി, സഞ്ജു ഏട്ടൻ ഇന്ന് ഏതൊക്കെ റെക്കോർഡ് എടുത്തതെന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച റെക്കോർഡ്, T20 വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ റൺസിന്റെ റെക്കോർഡ്, സെമിയിൽ ഫൈനലിൽ 50 അടിച്ച റെക്കോർഡ്, കൺസിക്യൂട്ടീവായിട്ട് 3 50 അടിച്ച റെക്കോർഡ്. അതെന്റെ പേരിൽ മാത്രമല്ലല്ലോ മോനി. ഇല്ല, അത് ഷെയർഡാ, പക്ഷെ ഫുള്ള് ലെജൻസിന്റെ പേരാണ്. എന്താ മോനെ, എന്റെ പേരിലുള്ള മാത്രം പറഞ്ഞാ മതി. അങ്ങനെ ഏറ്റവും കൂടുതൽ റണ്ണെടുത്ത ഇന്ത്യൻ പ്ലെയറിന്റെ റെക്കോർഡ്, പിന്നെ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. അഭിമോൻ വന്നല്ലോ, 50 കൊണ്ട് വന്നല്ലോ. യുവരാജ് പാജിയെ വിളിച്ചു പറ അഭിമോനിന്ന് ഹാഫ് സെഞ്ചുറി അടിച്ചെന്ന്. വേണ്ട, ഞാൻ തന്നെ പോയി പറയാം. നീ എന്റെ അഭിഷേക് മോനെ ഔട്ടാക്കൊല്ലടോ. നീ ചെന്നൈയിലായോണ്ട് ഞാൻ വെറുതെ വിട്ടു. അല്ല, അതിന് ഞാൻ ചെന്നൈന്ന് പോയില്ലേ? ആണോ? മോർണിംഗ് വന്നേ. ഒരു മിനി ഇന്ത്യക്കാരനോട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലേനു. ഞാൻ കൂടി നട്ടേന്റെ തള്ളാന്ന് നിങ്ങൾ ഇനി ചെന്നൈ പോയിട്ട് കൊള്ളാൻ പോകുന്നു. എടാ സ്പോർട്സ് ഒക്കെ ഒന്ന് കുറച്ച് വെള്ളം കെടുതാ. ആ ഫ്ലാസ്ക് തന്നെ എടുത്തു. സൂര്യ, തെറ്റ് നിന്റെ മാത്രം ഭാഗത്താ. നീ ചവച്ചോണ്ട് പോയ ബബിൾഗത്തിന്റെ പാക്കറ്റ് ഞാനൊന്നും ചാടിയില്ല. ബബിൾക്കന്നെ അതൊന്നിനുമില്ല, ടൈം കൂട്ടിയിട്ടില്ല. ഒരു നിമിഷം എന്റെ ഓറ മൈനസായി പോയി എന്ന് വിചാരിച്ചിട്ടില്ലേ നിങ്ങള്? ഞാനൊന്ന് ഔട്ടായി പോയിട്ട് ദുബൈ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലേ നിങ്ങള്? ആരാടാ എന്റെ സഞ്ജുവിനെയും കിഷനെയും സൂര്യബായിനെയും ഔട്ടാക്കിയേ? ബ്രേക്ക് ത്രൂ കിട്ടാൻ വേണ്ടി ഞാൻ ഔട്ടാക്കിയേ. എനിക്കെല്ലാം ഞാൻ കാണിച്ചു. ഒരു മിനിറ്റ്, അപ്പുറത്തെ ഹർദിക്കും മറ്റൊന്നല്ല. എനിക്കെല്ലാം ഞാൻ കാണിച്ചു തരാടാ. അന്നീന്ന് റണ്ണൌട്ടാക്കാൻ ആരുമില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളുള്ള ഒരു നീളം കൊണ്ടാന്ന് ഓർമ്മിക്കണേ നിങ്ങൾ. 255 റണ്ണേ ആയിട്ടുള്ളൂ. മതിയാവുക? ടെൻഷൻ ഉണ്ട്. മതിയാവുക? ടെൻഷൻ ഉണ്ട്. സൂര്യബായി, തിലേനെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തി. ആ പട്ടൽ സ്ട്രൈറ്റ്. മാഹിബായി സെക്കൻഡ് ടിപ്സ് പറഞ്ഞു കൊടുത്ത് വിക്കറ്റ് എല്ലാം എടുക്കുന്നുണ്ടല്ലോ. ഒരു ബോൾ എന്ത് ന്യൂസിലൻഡ് ഇങ്ങനെ കുറച്ച് റൺസ് എടുക്ക്, എന്നാലും ഒരു ടൈറ്റ് ആവും കളി. കഴിഞ്ഞ കളി ഇംഗ്ലണ്ട് ടൈറ്റ് ആക്കിയവരെ ടൈറ്റ് ആക്കണോ? വേണ്ട, അത്രക്ക് ടൈറ്റ് ആക്കണ്ട. ഇത്രക്കൊന്നും റണ്ണ് വേണ്ട. ഒരു 150 റണ്ണ് മതിയേനു അല്ലേ? ശാപം, സൗത്ത് ആഫ്രിക്കക്കാരെ ശാപം. നമ്മള് വേൾഡ് കപ്പ് തുടങ്ങിയത് ഞാൻ ഡെക്കായിട്ട് വിക്കറ്റ് പോയിട്ട്. നമ്മള് വേൾഡ് കപ്പ് ജയിച്ചത് ഞാൻ വിക്കറ്റ് എടുത്തിട്ട്. മതി. ഹാർദിക് പാണ്ഡ്യ ഗേൾഫ്രണ്ട് ഒന്ന് സ്മൈൽ. ഹാർദിക് ബോൾ കൊടുത്തു. മോൻ ഏതിന്റെ ക്യാമറാമാനാ? ഞാൻ സ്റ്റാറിന്റെയും ജിയോ സ്റ്റാറിന്റെയും ക്യാമറാമാൻ. അല്ലാണ്ട് മറ്റേ മഞ്ഞക്കുയിലിന്റെ അല്ലല്ലോ. ഒന്ന് സഞ്ജുവായിട്ട് എടുക്കണം. ട്രോഫി എടുത്തിട്ട് ഒന്ന് ചങ്ങാനെ കാണിച്ചിട്ടും കൂടിയില്ല. ഇവരെ സൈദടിയിട്ട് എടുക്കാൻ നടക്കുന്നത്. ആരെങ്കിലും ഒന്നാ സഞ്ജുവായിട്ടനാ ട്രോഫി ഒന്ന് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ചങ്ങായി മരിച്ചു കളിച്ചില്ല അതിന് വേണ്ടിട്ട്. ചേട്ടാ എന്നാ പോയി 2 പോസ് ഇട്. 2023 മെൻസ് ഡേക്ക് ഇന്ത്യ വേൾഡ് കപ്പ് ഫൈനലിൽ തോക്കും അഹമ്മദാബാദ് നിന്ന്. എന്നിട്ട് 2026 വിമൻസ് ഡേക്ക് ഇതേ അഹമ്മദാബാദ് നിന്ന് വേറെ വേൾഡ് കപ്പ് ജയിക്കും. ബാഹുബലിക്കുണ്ട ഇത്ര നല്ല സ്ക്രിപ്റ്റ്. വെൽ പ്ലേഡ്. നിങ്ങൾക്ക് കപ്പിട്ടാൽ നമുക്ക് ഒരു പ്രശ്നമില്ലേനു. കാരണം നിങ്ങൾ നമ്മളെ ന്യൂസിലാൻഡ് അല്ലേ. വിഷമിക്കേ വേണ്ട, അടുത്ത കൊല്ലം കപ്പ് ഇങ്ങക്ക് തന്നെ. നിങ്ങൾ നമ്മൾ ന്യൂസിലൻഡ് അല്ലേ. നിങ്ങൾ നമ്മൾ ഇന്ത്യനെ കുറിച്ച് കപ്പടിക്കല്ലോ. നീ പോയി എല്ലാ ന്യൂസിലൻഡ് പ്ലേയേഴ്സിനും ഈ ഭാര്യമാർ ഇൻസ്റ്റ പോയിട്ട് തരൂലേ. പോ ഞാൻ പോയി 2 കൂടോത്രം ചേട്ടി. ഇവരെ ജമ്മത്ത് കപ്പെടുക്കുന്നത്. സൂര്യബായി ഇങ്ങുവാ. സൂര്യബായി ഇങ്ങുവാന്ന്. ഹർദിക്കെ, ഞാൻ സഞ്ജു ആടാ. സൂര്യബായി ആടിയില്ലേ ഉള്ളേ? അതെനക്കറിയാ. ഒരാടെ ആളിലേന്ന്. പിന്നെ നീ എന്തിനാ അന്നം നോക്കി പറയുന്നത്? തല അങ്ങോട്ട് ചെരിച്ചിട്ട് അങ്ങോട്ട് നോക്കി പറയാറാ. തിരിഞ്ഞു നോക്കിട്ട് ഓറ പോവാനാ? നോലിപ്പാണ്ടിയല്ലേ. ഹാർദിക് ഭായ്, ഒരു കാര്യം പറയാനുണ്ട്. എന്നാ വരൂ.
ഹാർദിക് ഭായ് ആടുന്നല്ലേ ഞാൻ വിളിച്ചേ. നിന്നോട് തന്നെയാ ചോദിക്കുന്ന എന്താ കാര്യം. ഈ ചങ്ങ കണ്ണടിച്ചു പോയാ? എടാ മോനെ ഇങ്ങോട്ട് പോരി, അത് തിരിഞ്ഞു നോക്കൂല, അത് ഓറാ നോക്കൂ കുത്തിയ. ഹായ്, ഹലോ, ഹൗ ആർ യു? ഓ, ഒന്ന് ആറ്റിലൂടെ ഈ ചങ്ങയ്ക്ക് ഓറ തന്നെ ഓറ. ആ നല്ല ഓറ, അതാ അങ്ങോട്ട് നോക്കൂ. രണ്ട് ഫോട്ടോ എടുത്താ. സഞ്ജുവിന് ഇന്ന് ബാൻഡ് എടുക്കണ്ട, ഇങ്ങോ സേവ് ദ ഡേറ്റ്. രണ്ട് സെഞ്ചുറി ആക്കാത്തത് മനഃപൂർവ്വം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 സെഞ്ചുറി ആക്കിയിട്ടില്ല എന്നെ പുറത്താക്കിയേ. ഇനി എന്നെ എങ്ങനെ പുറത്താക്കാം? എന്റെ ഈശ്വര, എന്തൊരു അതിക്രമമായി ചെക്കൻ കാട്ടുന്നു. 2026 വേൾഡ് കപ്പ് എടുത്ത ക്യാപ്റ്റൻ ലോങ് ഓൺലി ഫീൽഡ്. 2024 വേൾഡ് കപ്പ് എടുത്ത ക്യാപ്റ്റൻ സ്ലിപ്പ് പോയിക്ക്. ഇനി 2026 റണ്ണർ അപ്പ് ക്യാപ്റ്റൻ വന്നിട്ട് ബോളറി ഓറ തന്നെ ഓറ. അമ്പയറെ ഞാൻ ആദ്യം പറഞ്ഞേക്കാം, റിവ്യൂ എടുക്കുമ്പോ ഒന്നും ഞാൻ തിരിഞ്ഞു നോക്കൂലേ.